ഹൈക്കോടതി നിർദ്ദേശം മുഖവിലക്കെടുക്കാതെ ദേശീയപാത അതോറിറ്റി. കോടതി ഇടപെട്ടിട്ടും തൃശൂർ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ കുഴികൾ അടച്ചിട്ടില്ല. ടോൾ പിരിവ് നിർത്തി ഉത്തരവിറക്കി 4 ആഴ്ചയ്ക്കകം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കുഴികളിൽ ക്വാറി വേസ്റ്റ് കൊണ്ടിട്ടതല്ലാതെ 2 ആഴ്ചയായിട്ടും വേറെ ഒരു പണിയും നടന്നിട്ടില്ല. MS ലിഷോയ് ചേരുന്നു വിശദവിവരങ്ങളുമായി. ലിഷോയ്, ഗുഡ് മോർണിംഗ്. കുറച്ചധികം ക്വാറി വേസ്റ്റ്, പാറകൾ, അതിൻ്റെ അവശിഷ്ടങ്ങൾ, മാലിന്യങ്ങൾ ഇതൊക്കെ കൊണ്ട് തട്ടിയാൽ കാര്യങ്ങൾ നേരെയാവും എന്നിവരോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമോ എന്നറിയില്ല. എന്തുകൊണ്ടായിരിക്കും കോടതിയൊക്കെ ഇടപെട്ടിട്ടും ഇത്രയും നാളായിട്ടും ഒന്നും ചെയ്യാത്തത്? അത് തന്നെയാണ് നമ്മളും ചോദിക്കുന്നത്. കാരണം ഹൈക്കോടതി ഇടപെട്ടിട്ടും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടും യാതൊരു വിധത്തിലും അറ്റകുറ്റപ്പണി നടത്താൻ ഇന്ന് വരേക്കും ദേശീയപാത അതോറിറ്റിയോ ഇതുമായി ബന്ധപ്പെട്ട കരാർ കമ്പനിയോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ റോഡ് കൃത്യമായി കുഴിയില്ലാതെ ഇതിലൂടെ സഞ്ചരിക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ കാണാൻ സാധിക്കും, ഇന്നിപ്പോൾ ബ്ലോക്ക് തീരെയില്ല. അപ്പോൾ അങ്ങനെയുള്ള, അതായത് ഈ നല്ല റോഡായിരുന്നെങ്കിൽ ഈ വഴിയൊക്കെ തന്നെ ഒട്ടും ബ്ലോക്കില്ലാതെ പോകാൻ സാധിക്കും. നമുക്ക് ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം. അതായത് ഇവിടെയൊക്കെ തന്നെ ക്വാറി വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുകയാണ്. അതല്ലാതെ യാതൊരു വിധത്തിലും അറ്റകുറ്റപ്പണി ഇതുവരേക്കും നടത്തിയിട്ടില്ല. ഈ റോഡിലൊക്കെ തന്നെ ആകമാനം കുഴികളാണ്. ഈ കുഴികൾ ചാടിയാണ് വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ പോകുന്നത്. ഇപ്പോൾ ഇന്നലെ കൊണ്ടിട്ട ക്വാറി വേസ്റ്റ് ആണ്. അത് ഇന്നലത്തെ മഴയത്ത് തന്നെ ഇത് ഇങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്. വലിയ വാഹനങ്ങൾ പോകുമ്പോൾ അതൊക്കെ തന്നെ റോഡിൽ നിന്ന് തന്നെ മാറി വീണ്ടും വലിയ കുഴികളൊക്കെ തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. റോഡ് നന്നാക്കിയാൽ ഇവിടുത്തെ ബ്ലോക്കും തീരും. പക്ഷേ ആ റോഡ് കൃത്യമായി നന്നാക്കാനായി ഇവിടെ ഒരുക്കമല്ല ഈ കരാർ കമ്പനി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും ദേശീയപാത അതോറിറ്റിയും ഈ കരാർ കമ്പനിയും ഒന്നും തന്നെ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഈ നിർദ്ദേശങ്ങളും വിധികളും ഒന്നും തന്നെ യാതൊരു വിധത്തിലും നടപ്പാക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. തീർച്ചയായിട്ടും കോടതി ഇടപെട്ടാലും ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞാലും ഇവിടെ കാര്യങ്ങളൊക്കെ